ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ളത് വഴിയേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാനും ഭാവന എന്നത്തെയും പോലെ തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് ഈ ട്രിപ്പിന് തുടക്കം ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ശ്രീതും അക്ഷയും കൂടി നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ടായി. നമ്മൾ നേരെ തളിപ്പറമ്പിൽ നിന്ന് KSRTCയിലാണ് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ KSRTC കയറി KSRTCൻ്റെ ബാക്ക് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ടായിനി. എന്തായാലും അവിടെ ഇരുന്ന് അലമ്പാക്കാൻ തന്നെയായിരുന്നു നമ്മളെ പ്ലാൻ. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ആൻഡ് ഓൾസോ ബസ്സിലെ കണ്ടക്ടർ ചേച്ചി അടിപൊളിയായിരുന്നു. നമ്മളോട് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്, നല്ല രസമുണ്ടായി. അങ്ങനെ നമ്മൾ കുടിയാമല ഇറങ്ങിയിട്ട് നമ്മൾ റിക്ഷ പിടിച്ചിട്ടാണ് നമ്മളെ സ്ഥലത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിയിലൊരു നല്ല പ്ലേസ് കണ്ടപ്പോൾ എടുത്തതാണ്. എന്തോ ഫുള്ള് ഗ്രീനറി എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മള് ഹോളിസ്റ്റിക് എക്കോ റിസോർട്ടിലെത്തിയിട്ടുള്ള നമ്മൾ പോയത് കണ്ണൂർ ജില്ലയിലെ പൈതൽ മലക്കടുത്തുള്ള ഹോളിസ്റ്റിക് എക്കോ റിസോർട്ടിലേക്കാണ്. നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് കുടിയാമല വന്നിട്ട് അവിടെ നിന്ന് റിക്ഷ പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. റിസോർട്ട് എന്തായാലും ഒരു വെൽ മെയിൻറ്റെയിൻഡ് റിസോർട്ട് തന്നെയായിരുന്നു. കുറച്ച് നല്ല എക്കോ ഫ്രണ്ട്ലി എല്ലാം ആയി, നല്ല പച്ചപ്പും എല്ലാം കൊണ്ടും നല്ലൊരു റിസോർട്ടാണ്. നാച്ചറിൻ്റെ ബ്യൂട്ടി നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. നമ്മൾ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് നമ്മൾ ടവർ സ്യൂട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടാ. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ നമ്മളെ ടവർ സ്യൂട്ടിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ ടവർ സ്യൂട്ടിലേക്കുള്ള വഴി. അങ്ങനെ നമ്മൾ നമ്മുടെ ടവർ സ്യൂട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു ചുറ്റും കണ്ടിട്ടുണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിനി. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂമിൻ്റെ ഇൻസൈഡ് വ്യൂ. മുകളിലും പ്ലേസ് ഉണ്ടായിന്, പക്ഷേ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ 4 ആളും വരുത്തില്ല. എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങി കഴിക്കലുണ്ട്. അങ്ങനെ നമ്മളായിട്ട് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയി. എന്തിനാ, നമുക്ക് പൂളിൽ പോയിട്ട് കളിക്കണം. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മെയിനായിട്ട് നോക്കിയത് പൂളുണ്ടോ എന്നാണ്. അങ്ങനെ നമ്മൾ നേരെ പൂളിൽ കളിക്കാൻ ഇറങ്ങി. പൂളിൻ്റെ സൈഡിലൊരു വാട്ടർഫോൾ ടൈപ്പ് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു നൈറ്റിന് ആ ലൈറ്റിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വെള്ളം കണ്ടാൽ പിന്നെ ആരും കയറുന്നൊരു പരിപാടിയൊന്നുമില്ല. ഫുൾ അർമാദിക്കലായിരുന്നു. അതിൽ ഡാൻസ് കളിക്കുന്നു, നല്ലൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവർ വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഡാൻസ് കളിച്ച് പിന്നെ കുറച്ച് റീൽസെല്ലാം എടുത്ത് മാക്സിമം അവിടെ എൻജോയ് ചെയ്തിന്. പൂളിൽ നിന്ന് കയറാൻ ആർക്കും തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ അർമാദനം. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത്. പൂളെല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. നല്ല ക്ലീൻ ആക്കുന്നുണ്ടായിനി. അതുപോലെ ക്ലോറിനേറ്റഡ് വാട്ടറാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു പ്ലേസായിരുന്നു. പിന്നെ പൂളിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ നമ്മളതായ രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്ത്. പിന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി. അപ്പോഴേക്കും നമ്മൾ ഫുഡ് വന്ന്. ഡിന്നർ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ കൊടുത്തേ, ബാർബിക്യൂ ചിക്കനും പൊറോട്ടയാണ്. ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ടൈമിൽ അവർ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ലൈം ജ്യൂസിൽ ഒരു ചിയേഴ്സെല്ലാം അടിച്ച് നമ്മൾ ഫുഡ് അങ്ങ് എൻജോയ് ചെയ്ത്. പിന്നെ നമ്മൾ സെയിം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. നമുക്കൊരാഗ്രഹം സെയിം ഡ്രസ്സെല്ലാം ഇട്ടൊന്ന് എൻജോയ് ആക്കണം. അങ്ങനെ അതിൽ കുറച്ച് റീൽസ് എടുത്ത് പിന്നെ നൈറ്റ് കിടന്നതിന് ശേഷം ഒന്നും കൂടി എണീച്ചിട്ട് ഒരു റീലെടുത്ത്. അതാണിത്. അങ്ങനെ നമ്മളെ കുറേ നാളത്തെ പ്ലാനിങ് സക്സസ് ആയതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് നമ്മൾ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പാർട്ട് 2 വരുന്നതാണ് നാളത്തെ ദിവസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.